മുകുന്ദൻ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തോട് എക്കാലവും ചേർന്ന് നിന്ന ഒരു മനുഷ്യനാണ്, ഒരു എഴുത്തുകാരനാണ്. ഇടതുപക്ഷത്തോട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്പെസിഫിക്കായി പറഞ്ഞാൽ പിണറായി വിജയനോട് ഒന്നുകൂടി അടുത്ത് നിന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ വി എസിൻ്റെ കാലത്ത്, വി എസ് ജനപ്രിയനായി നിൽക്കുന്ന കാലത്ത് കാലഹരണപ്പെട്ട പുണ്യാളൻ എന്ന് വി എസിനെ വിളിച്ച് അന്നെന്തായിരുന്നു കുറ്റം? അന്ന് അദ്ദേഹം എവിടെയോ കഞ്ചാവ് വേട്ടയ്ക്ക് പോയപ്പോൾ ബൂട്ട്സ് ഇട്ട് പോയി എന്നൊക്കെയുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി കാലഹരണപ്പെട്ട പുണ്യാളൻ എന്ന് വി എസിനെ വിളിച്ചുകൊണ്ട് പ്രതീക്ഷ പിണറായി ആണെന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിന്ന ആളാണ്. ആ ചേർന്ന് നിന്ന ആളെന്ന് പറയുകയാണ് ഇടതുപക്ഷം നല്ല കാര്യം ചെയ്ത് ശരിയാണ്, പക്ഷേ ഇടർച്ചകൾ ഉണ്ടാകുന്നു. ആ ഇടർച്ചകൾ സാഹിത്യകാരന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനപ്പുറം ഈ എം ഡിയും മുകുന്ദനും ലീലാവതിയും എം കെ സാനുമാഷും അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റാരെയുമല്ല, ഈ സർക്കാരിനെ തന്നെയാണ് എന്നതിന് വേറെ ബോധ്യങ്ങൾ ആവശ്യമുണ്ടോ റജി ലൂക്കോസ്? ഹാഷ്മിയുടെ ഇൻട്രോ ഞാൻ വായിച്ചു, വളരെ ഭംഗിയായിട്ട് തന്നെ കേട്ടു, വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. അതിൻ്റെ വിയോജിപ്പോട് ഞാൻ പിന്നീട് പറയാം. അതായത് എം മുകുന്ദനെ പോലെ നിങ്ങൾ എം ഡി എ വക്രീകരിച്ച് സംസാരിച്ചു. ഞാൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എം മുകുന്ദൻ പറഞ്ഞത് എന്താണ്? സിംഹാസനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഉദ്ദേശം അത് തന്നെയാണ്, ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. സിംഹാസനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായിട്ടുള്ള യാത്രയാണ്. എന്നാൽ രക്തം നാം തിരിച്ചറിയണം. ഇന്ന് അല്ല, പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വാചകം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളത് മുറിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്നു, നാം രക്തം തിരിച്ചറിയണം. നിയമസഭാ തെരഞ്ഞെടുപ്പല്ലോ വരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. പത്രക്കാരെ അദ്ദേഹം അതിനുശേഷം കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, മാധ്യമപ്രവർത്തകർ വലിയ പ്രതീക്ഷയിൽ ചോദിച്ചു, ഈ ഇടതുപക്ഷ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തെയൊക്കെ എന്തെങ്കിലും അദ്ദേഹം പറയുമെന്നുള്ള പ്രതീക്ഷ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. സിംഹാസനത്തിലേറി കഴിഞ്ഞാൽ ജനങ്ങളെ മറക്കുന്നു, കിരീടം പോലെയാണ്, അത് താഴെ വെക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് അതാണെന്ന് പറഞ്ഞു, കേരളത്തിൽ നടക്കുന്നത് ആണെന്ന് ബഹുമാനപ്പെട്ട എം ഒന്നും പറഞ്ഞില്ല. ഞാൻ താങ്കളെ തുടക്കത്തിലേക്ക് ഏൽപ്പിച്ചു. എം മുകുന്ദൻ പറഞ്ഞതിന്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിട്ട് ഈ എന്താണ് അടുത്ത പരിപാടിയിലേക്ക് അദ്ദേഹം പോകുന്നത് ഇങ്ങനെയാണ്: ഈ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരാണ്, ഇടർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, ആ ഇടർച്ചകളെ ചൂണ്ടിക്കാണിക്കുകയാണ് സാഹിത്യകാരന്മാർ എന്ന് പറഞ്ഞാൽ അത് മോദിയെ ഉദ്ദേശമാണോ? ഇന്ത്യ എന്താണ് അത് കേന്ദ്രത്തെ ഉദ്ദേശിച്ച് പറയുകയാണെന്നാണോ ശ്രീ റജി ലൂക്കോസ്? അല്ലെങ്കിൽ കേന്ദ്രത്തെ മാത്രം ഉദ്ദേശിച്ച് പറയുകയാണെന്നാണോ? അല്ല, എം മുകുന്ദൻ, ബഹുമാനപ്പെട്ട സാഹിത്യകാരൻ എം മുകുന്ദൻ എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അത് ഹാഷ്മി തർക്കിച്ചാലും ലോകത്തിലെ മലയാളി മുഴുവൻ കേട്ടത് രണ്ട് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുന്നു, നാം രക്തത്തെ തിരിച്ചറിയണം, കിരീടധാരികൾ കിരീടം താഴെ വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അവർ ജനങ്ങളെ മറക്കുന്നു, ഏകാധിപതികളെ പോലെ പെരുമാറുന്നു. അങ്ങനെ പറഞ്ഞു പോവാതെ നിങ്ങൾ വേറെ ഒന്നിനോട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സിയാർ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. അല്ല, എവിടെയും ആപ്ലിക്കബിൾ ആകുന്ന ഒരു കാര്യത്തെ താങ്കൾ ഒരു മിനിറ്റ്, എവിടെയും ആപ്ലിക്കബിൾ ആകുന്ന ഒരു കാര്യത്തെ അത് കേന്ദ്രത്തിന്റെ നേർക്കുള്ള വിമർശനമാണ് എന്ന് താങ്കൾ വെക്കുകയും ഇവിടെ കേരളത്തിൽ സ്പെസിഫിക്കായി ഇടർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, അത് സാഹിത്യകാരന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ്, അത് കേൾക്കണം എന്ന് പറയുന്നതിനെ താങ്കൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് റജി ലൂക്കോസ്? ഇല്ല, ഞാൻ കേൾക്കുന്നില്ല. ഹാഷ്മി പറയാത്തതുകൊണ്ട് അത് കൃത്യമായിട്ട് അതിലേക്ക് വരും. അത് പറയാൻ തന്നെ ഞാനിരിക്കുന്നത്. അതെല്ലാം കേട്ടിട്ട് പല ആവർത്തി കേട്ടിട്ടായി ചർച്ചയിൽ വരുന്നത്. എൻ്റെ ചോദ്യവും ആൻസറും ഇതാണ്. അതിന് കേൾക്കാനുള്ള സന്മനസ് ഹാഷ്മി കാണിക്കണം. കൂടെ ഇരിക്കുന്നവരെല്ലാം എന്തായാലും ഇടതുപക്ഷ അനുകൂലികളല്ല. അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു തെരഞ്ഞെടുപ്പ് വരുന്നത്? തെരഞ്ഞെടുപ്പ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിന് 2.5 വർഷമുണ്ട്, നമുക്കെല്ലാം അറിയാം. രക്തത്തെ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. അതായത് ഈ പറയുന്ന സർവത്ര അധികാരങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന കിരീടധാരികളായിട്ടുള്ളവർ അധികാരം കൈയൊഴിയാൻ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ഇത് കേൾക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ അതനുസരിച്ച് വോട്ട് ചെയ്യണം. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിനെതിരെ, സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടിനെതിരെ അദ്ദേഹം നൽകിയ വലിയൊരു സന്ദേശമാണ്. അതിനെ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഹാഷ്മിയെ പോലുള്ളവരാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലെ സങ്കടകരമായ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഹാഷ്മി നിഷേധിക്കരുത്. നിങ്ങൾ ഇടതുപക്ഷത്തിനുണ്ടാകുന്ന ഇടർച്ചകളെ പറ്റി പറയുന്ന അപ്പോഴും കേൾക്കുന്നില്ല. ശരി, നരേന്ദ്രമോദി പ്രശ്നമാണ്, കേന്ദ്ര സർക്കാർ പ്രശ്നമാണ്, ഏകാധിപതികളാണ്. മാത്രമല്ല സിദ്ദീഖ് കാപ്പനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ശരി, അതിനൊക്കെ ഒടുവിൽ ചോദ്യങ്ങളുടെ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. ഇടർച്ച സാഹിത്യകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുന്നത് മുകുന്ദനാണ്. എല്ലാ കാലവും ഇടതുപക്ഷത്തിനൊപ്പം കയ്യോടുമേൽ ചേർന്നിരുന്ന സാഹിത്യകാരനാണ്. അത് കേട്ടല്ലേ അതില് ആഷ്മി ഞാൻ പറയാതെ കൊണ്ട് അതിലേക്ക് ജമ്പ് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട. പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ ജമ്പ് ചെയ്യത്തുള്ളൂ. ആഷ്മി ഇതിനെ തിരക്ക് കൂട്ടുന്നേ, സഹിഷ്ണുത കാണിക്കേ.
അതല്ലേ ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത്. ഹാഷ്മി വളരെ സഹിഷ്ണുതയോടുകൂടി, പ്രത്യേകിച്ച് നമുക്ക് സമയം തരുന്ന ഒരാളല്ലേ ഹാഷ്മി. അദ്ദേഹം ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യം അതാണെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടായിരുന്നോ? ഇല്ലെങ്കിൽ ഞാനത് കേൾപ്പിക്കുക. എൻ്റെ ഒരു വീഡിയോയിലുണ്ട്. മാധ്യമപ്രവർത്തനം എടുത്തു വയ്ക്കുന്നു. ഒരു മാധ്യമപ്രവർത്തനം അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പിണറായി വിജയനെതിരെ എന്തെങ്കിലും വരുമോ എന്നുള്ള പ്രതീക്ഷയിൽ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യം അതാണ്. പിന്നീട് അദ്ദേഹം പോകുന്നിടത്ത് പറഞ്ഞു ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇടർച്ചകൾ സംഭവിക്കുന്നത് സാഹിത്യകാരന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന് പറയുകയാണ് സാർ മുകുന്ദൻ. താങ്കൾ ഇതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തുന്നത് ഇടർച്ചകൾ ഉണ്ടാകുന്നത് സാഹിത്യകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്ന് എം മുകുന്ദൻ സ്ഥിരീകരിക്കണം. എപ്പോഴാണ് സ്ഥിരീകരിക്കുന്നത്? എം ഡി വാസുദേവൻ നായർ പറയുന്നത്, കേരളത്തിലെ സാഹിത്യകാരന്മാർ പറയുന്നത് കേരളത്തെക്കുറിച്ചാണോ മോഡിയെക്കുറിച്ചാണോ അല്ലെങ്കിൽ ട്രംപിനെ കുറിച്ചാണോ ഈദി അമീനെ കുറിച്ചാണോ എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് എം മുകുന്ദൻ വന്നതെന്ന് പറയുകയാണ് ആ ഇടർച്ചകളെക്കുറിച്ച് സാഹിത്യകാരന്മാർ പറയുകയാണ് എന്ന് പറയുകയാണ് ശ്രീജി ലൂക്കോസ്. ശരി, ഞാൻ അങ്ങനെ ഉറപ്പായും എത്തും. പ്രകാശ് ബാബുവിലേക്ക് പോകുന്നതിന് മുൻപ് എം ഡി വാസുദേവൻ അല്ല നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എം ഡിയിലേക്കാണെന്നുള്ള എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ ചർച്ച കേൾക്കുന്നവർക്ക് അറിയാം. എന്റെ ചോദ്യം ഇതേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇതാണെന്ന് പറഞ്ഞ ഒരു എം മുകുന്ദനെ നിങ്ങൾ എന്തുകൊണ്ടാണ് വക്രീകരിക്കുന്നത്? ദേശീയ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഏകാധിപത്യത്തെയും ജനാധിപത്യ ധ്വംസനത്തിനെയും രാജവാഴ്ചക്കെതിരെ പറയുമ്പോൾ അത് പിണറായി വിജയനിലേക്ക് തിരിക്കാനുള്ള നിങ്ങളുടെ ശ്രമം എന്തിനാണ്? മോഡിയിലേക്ക് മാത്രമാണ്. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വശങ്ങൾ ശരി, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മാത്രമാണ് എന്ന് അങ്ങയുടെ വിശ്വാസം അങ്ങ് രക്ഷിക്കട്ടെ. ഞാനെന്ന് പറഞ്ഞു കൊടുത്തിരിക്കട്ടെ. അദ്ദേഹം വേറൊന്നോട് പറഞ്ഞു കമ്മ്യൂണിസം എന്നത് ഹ്യൂമനിസമാണ് പണ്ടേ തോന്നി, അത് സത്യമാണെന്ന് ഇക്കാലത്ത് തെളിയുന്നു, ആകാശത്തെ അമ്പിളിയെ പോലെ തെളിയുന്നു എന്ന് പറഞ്ഞാൽ എം മുകുന്ദന്റെ കമ്മ്യൂണിസ്റ്റ് വിരോധം എവിടെയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധം ആര് പറഞ്ഞു? എം മുകുന്ദനെയാണ് സാർ. എം മുകുന്ദന് കമ്മ്യൂണിസ്റ്റ് വിരോധം ആരാണ് പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് വിരോധം ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നേരിയ വിയോജിപ്പ് അയക്കുന്നവരെ നിങ്ങളുടെ കൂട്ടത്തിൽ അത്ര നാൾ കൂടെ നിന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കും. ഇവിടെ മുകുന്ദന് കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ടെന്ന് ആരും പറയുന്നില്ല. മുകുന്ദൻ പോലും പറയുന്നില്ല. ശരി, അങ്ങനെയൊക്കെ താമസിച്ചു.